ഒരു ഉരുളൻകിഴങ്ങ് കൊണ്ട് ചപ്പാത്തിക്ക് അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് ഇതിനെ നന്നായി വാട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അതിനുവേണ്ടി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളമൊക്കെ നന്നായി ഒന്ന് തിളച്ച് വറ്റി വരട്ടെ. അപ്പോഴേക്കും വേറൊരു കടായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൂടെ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഇതിനെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കവും കൂടെ ചെറുതായി ഒന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 സ്പൂൺ അളവിൽ കറി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഇതിനെ അടച്ചു വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ദേ കറിയൊക്കെ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.